നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. പരിചയപ്പെട്ട ഒരു 2-3 ദിവസം എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ അതിലൊരു കഫേയിൽ പോയിട്ട് എനിക്ക് റിങ് ഇട്ട് തന്നിട്ട് കയ്യിൽ ഉമ്മ വെക്കണം. ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. ഇത് ഞാൻ ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുള്ള കയ്യിൽ ഉമ്മ വെക്കണം. ഞാൻ നോക്കിയപ്പോ ഷോർട്ടിന് ഇങ്ങനെ വന്നിട്ട് ചേട്ടൻ മുതലെടുക്കണേണ സജി കൊതിയുണ്ടാടാ ഇങ്ങനെ. ഞാൻ ഒന്നും ആയില്ലല്ലോ, കിട്ടിയില്ല, അല്ല ഒന്നുമില്ല. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? മീൻസ് ടച്ച് ചെയ്തില്ല, ഇങ്ങനെ ആക്കി. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ കംഫർട്ടബിൾ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് തട്ടാനല്ലേ. അപ്പൊ ചിലപ്പോ ഒരുപക്ഷെ ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് ഉറപ്പായിട്ട് നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, സീൻ ടൈമിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഞാൻ പക്ഷെ അങ്ങനെ നോക്കാറില്ല കേട്ടോ. ലൈക് സീനാണെന്നുണ്ടെങ്കിൽ എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടെ നീ ഒന്ന്. ചിലരൊക്കെ സീരിയലിൽ ഹഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ, അത് ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആട്ടോ, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇതിനെ ഉന്മാദം എന്ന് പറയും, പച്ച മലയാളത്തിൽ ഭ്രാന്ത്. ഞാൻ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഫുൾ ഇൻവോൾവ്മെന്റ് ഞാൻ കൊടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് എന്റെ ഫുൾ ഡെഡിക്കേഷൻ എങ്ങനെയാണോ ആ ക്യാരക്ടർ അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.